ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റവ ദോശയാണ്. നമ്മളിതിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, ഡിന്നറിന് വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 കപ്പ് റവയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് റവയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള റവ സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുമല്ലോ, അതാണ് കേട്ടോ. എന്നിട്ട് ഏകദേശം അതേ അളവിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റവയാണെങ്കിൽ നമുക്ക് 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കപ്പിലാണ് റവ എടുത്തിരുന്നത്, അതുപോലെ തന്നെ ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തത്. അപ്പോൾ രണ്ടും ഏകദേശം ഒരു കണക്കാണ് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് സമയം ഇതൊന്ന് കുതിരാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ റവ കുതിരാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. റവയൊക്കെ ഇപ്പോൾ അത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം സൈസിൻ്റെ സവാളയുടെ ഒരു പകുതി ഭാഗമാട്ടോ എടുത്തിട്ടുള്ളത്, അത് ചെറുതാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ ക്യാബേജോ ബീൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെറും സവാളയും അതുപോലെ തന്നെ ക്യാരറ്റോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് പുളിയില്ലാത്ത ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ തൈര് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. എരിവിനനുസരിച്ച് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് മാത്രം കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ടത്, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ദോശ കഴിക്കാൻ നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ, ചായയുടെ കൂടെ വെറുതെ തന്നെ കഴിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ അത് നമ്മൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇനി ദോശ അല്ലാതെ ഇത് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് കയ്യിൽ വെച്ച് പരത്തിയിട്ട് ദോശക്കല്ലിൽ ചുട്ടെടുക്കുമല്ലോ, അതുപോലെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെടുക്കുന്ന റവക്കനുസരിച്ചായിരിക്കും കേട്ടോ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. എന്നാലും നമുക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു പരുവം. അപ്പോൾ കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ 10 മിനിറ്റ് നേരം കുതിരാനായിട്ടൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിൽ പൊടികളൊന്നും വേറെ ചേർക്കുന്നില്ല. അപ്പോൾ രാവിലെ കറിയൊന്നും ഉണ്ടാക്കാൻ ടൈമൊന്നും ഇല്ലെങ്കിൽ, പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതാ പാന് നല്ലപോലെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായതിൻ്റെ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് പരത്തിയെടുക്കാൻ പറ്റില്ല. ഒരുപാട് നമ്മൾ ദോശ പരത്തുന്ന പോലെ അത്ര കറക്റ്റായിട്ട് കിട്ടുമൊന്നുമില്ല കേട്ടോ. മെല്ലെ മെല്ലെ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ഒരുപാട് കട്ടിയിലാക്കരുത്. നമുക്ക് പരമാവധി എത്രത്തോളം തിന്നാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതുപോലെ മെല്ലെ ആക്കി കൊടുക്കുക. ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഇതിൻ്റെ മുകൾ വശമൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ കുക്കായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അടിവശം ചെറുതായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മൾ വേവാതെ എടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വശം നല്ലപോലെ ഒന്ന് ആയി കിട്ടട്ടെ. അപ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെക്കാം കേട്ടോ. ഞാനിവിടെ 1-2 തവണ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കാം.
അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കാട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. റവ ദോശയൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ റവയൊക്കെ കുതിർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ നമ്മൾ അടിച്ചെടുക്കും. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളാണല്ലോ. ഇപ്പോൾ അതാ രണ്ടാമത്തെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ തവണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പാന് നല്ലപോലെ ചൂടാണെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ഒരുപാട് ചൂടാണെങ്കിൽ ഇത് നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചൂട് നല്ലപോലെ നോക്കിയതിൻ്റെ ശേഷം വേണ്ടിട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ റവ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാനിവിടെ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക. ഒരുപാട് മെനക്കേടൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ റവ ദോശ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.